പാഠം 1011 ചെലവ് ചുരുക്കേണ്ട വിധം. മോഹനേട്ടാ, ഇതെന്താണ് വലിയ എഴുത്ത്? കണക്കെഴുത്തായിരുന്നല്ലേ? ഇന്നലെയും കുത്തിയിരുന്ന് എഴുതുന്നത് കണ്ടല്ലോ. ഇതിന് മാത്രം എഴുതാൻ എന്ത് കണക്കാ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. 1 രൂപയുടേതാണെങ്കിലും കണക്ക് എഴുതി തന്നെ തീർക്കും. നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. കാരണം നിനക്കത് ശീലമില്ല. ഫീസ് വാങ്ങുക, വാങ്ങിയ ഫീസ് അന്ന് തന്നെ ചെലവാക്കി തീർക്കുക എന്നുള്ളതാണല്ലോ നിന്റെ രീതി. അയ്യോ, അങ്ങനെ എത്ര ലക്ഷം രൂപയാണാവോ ഞാൻ ചെലവാക്കി തീർത്തിരിക്കുന്നത്. സത്യം പറഞ്ഞ എന്റെ അത്രയും വരുമാനമുള്ള ഒരാൾ ഇങ്ങനെ ചെലവ് ചുരുക്കി ജീവിക്കുന്ന വേറെ എവിടെയും കാണില്ല. നീ എന്ത് ചെലവാ ചുരുക്കിയത് എനിക്ക് മനസ്സിലായില്ല. സാധാരണ മനുഷ്യന്മാര് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോ പരിചയക്കാരെ സ്വന്തക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ചായ എങ്കിലും കൊടുക്കും. നമ്മൾ എന്താണ് ചെയ്തത്? ഒരാളെയും അറിയിച്ചിട്ടില്ല. ഞാനും മോഹനേട്ടനും ഉത്തമനും പിന്നെ ആ സാധനങ്ങളുമായിട്ട് കൊണ്ടുവന്ന വണ്ടിയുടെ ഡ്രൈവറും അല്ലാതെ വേറെ ഒരാളും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഒരു വീട് മാറ്റം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സ്ഥിരമായി നമുക്കുണ്ടായിക്കൊണ്ടിരുന്ന ചിലവിന്റെ ഇരട്ടിയായി വീട് മാറിയപ്പോൾ അതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോയാ ഇവിടെ ഉണ്ട്. നിനക്ക് നാട്ടുകാരെ അറിയിക്കാത്ത എന്റെ പ്രയാസം. ഏറ്റവും അടുപ്പുള്ള ഒരു 10-20 പേരെ വിളിച്ച് ഒരു ചായയും ബിസ്ക്കറ്റും വാങ്ങിക്കൊടുക്കുന്നതിന് കോടിക്കണക്കിന് രൂപയൊന്നും ആവില്ല മോനട്ടാ. അതൊന്നും മോനേട്ടർ പറഞ്ഞിട്ട് കാര്യമില്ല. മോഹനേട്ടന്റെ കാശ് ഉണ്ടാക്കാനല്ലാതെ അത് ചെലവാക്കാൻ അറിയില്ലല്ലോ. വിദ്യാലക്ഷ്മി ഇന്നലെയും ചോദിച്ചു എന്നാണ് പുതിയ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതെന്ന്. ക്ഷണിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഊണെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഊണ് കൊടുക്കേണ്ട കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ ബോധങ്ങളുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാനത് ഏറ്റില്ല. നന്നായി. ഇതൊക്കെ ഇത്ര വലിയ സംഭവമായിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല. എനിക്കും ഒരുപാട് പരിചയക്കാരുണ്ട് ഈ നാട്ടിൽ. എന്റെ ആഫീസിലും കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ വിളിച്ച് ചോറ് കൊടുക്കണോ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. മോഹനേട്ടൻ പറയൂല, എനിക്കറിയാം. പക്ഷെ ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീ ആയിപ്പോയില്ല മോനട്ടാ. മനുഷ്യർ ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. മോഹനേട്ടൻ പക്ഷെ അങ്ങനെ അല്ലല്ലോ. കാശ് സമ്പാദിച്ച് ബാങ്കിൽ ഇടുന്നതാണ് മനുഷ്യന്റെ ജന്മലക്ഷ്യം എന്ന് കരുതുന്ന ആളും. അപ്പൊ പിന്നെ കാശ് ചെലവാക്കേണ്ട ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് ഇഷ്ടമാവുകയില്ല. ചത്തുപോകുമ്പോ ഈ കാശൊക്കെ എന്ത് ചെയ്യോ എന്തോ? അതോ പരലോകത്തും സഹകരണ ബാഗ് തുറന്നിരിപ്പുണ്ടാവോ? ഇരിക്കുന്നൊക്കെ സാധാരണ ഭാര്യമാർ പരാതി പറയാറുള്ളത് ഭർത്താവ് ഭയങ്കര ധൂർത്താണ്, കൈ കിട്ടുന്ന കാശൊക്കെ തോന്നും പോലെ ചെലവായി കളയുന്നു, കള്ളു കുടിക്കും, കടം വാങ്ങും എന്നൊക്കെ പറഞ്ഞ. നീയാണെങ്കിൽ നേരെ തിരിച്ച്. ഭർത്താവ് മാന്യനാണ്, അനാവശ്യമായ കാശൊന്നും ചെലവാക്കില്ല, നല്ല സമ്പാദ്യശീലം എന്നൊക്കെയാണ് നിന്റെ പരാതി. സമ്പാദ്യശീലം നല്ലതല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സമ്പാദ്യശീലം ഒടുക്കത്തെ പിശുക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഭാവിയിൽ ഒരാവശ്യം വരുമ്പോഴാണ് എന്റെ സമ്പാദ്യശീലത്തിന്റെ വില നീ മനസ്സിലാക്കാൻ പോകുന്നത്. അന്ന് നീ പറയും മോഹനേട്ടൻ അന്ന് പണം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. കാരണം സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന ആവശ്യങ്ങളെല്ലാം ഇപ്പോഴും എനിക്കുണ്ടാവുന്നുണ്ട്. അതൊന്നും ഇപ്പൊ നടക്കുന്നില്ല. അപ്പൊ പിന്നെ ഭാവിയിൽ എന്താവശ്യം നടക്കാനാ? ഒന്നും നടക്കില്ല. അല്ല, നിന്റെ എന്താവശ്യം നടക്കാതിരിക്കുന്നത്? 3 നേരവും വയറ് നിറച്ച് ആഹാരം കഴിക്കാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് പുതിയ സാരിയും ചുരിദാറൊക്കെ വാങ്ങാറില്ലേ?
ഇതൊന്നും പോരാഞ്ഞിട്ട് അന്യായ വില കൊടുത്ത് പെട്രോൾ അടിച്ച് ഓടുന്ന ഒരു സ്കൂട്ടർ നിനക്കില്ലേ? ഇതിൽ കൂടെ നിനക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഇത് തന്നെ ഒരുപാട് കൂടുതലാണ്. വേണമെങ്കിലേ ഇതിൽ നിന്ന് ഇനിയും ചെലവ് കുറയ്ക്കാവുന്ന ചില മാർഗങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്ന സ്കൂട്ടർ ഒഴിവാക്കി നടന്നു പോവുക. ഈ ചുരിദാറോ സാരിയോ വാങ്ങുന്നത് 5 കൊല്ലത്തിൽ ഒരിക്കലാണോ? അതൊന്നും പോരെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്ന പതിവ് നിർത്തി 2 നേരമാക്കാം. അങ്ങനെ ഇങ്ങനെ പണം ലാഭിക്കുന്ന എത്ര വഴികളുണ്ടെന്നറിയാമോ? മോഹനേട്ടാ, നമ്മുടെ നാട്ടിലെ മറ്റു പലരെക്കാട്ടിലും കൊള്ളാവുന്ന ഒരു സർക്കാർ ജോലിയുണ്ട് മോഹനേട്ടന്. തരക്കേടില്ലാത്ത വരുമാനമുള്ളൊരു വക്കീലാണ് ഞാനും. കടബാധ്യത ഒന്നുമില്ല. ഇത്രയൊക്കെ സൗകര്യമുള്ള നമുക്ക് കുറച്ചും കൂടെ അന്തസ്സായിട്ട് ജീവിച്ചൂടെ? എന്തോ ഞാൻ പറഞ്ഞല്ലോ മോഹനേട്ടാ, ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിട്ട് വേണ്ടപ്പെട്ടവരെ വിളിച്ചു വരുത്തി ഒരു ഊണ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതൊരു കുറവല്ലേ? അതാരാണെന്നും പോയി നോക്കി. എനിക്ക് മനസ്സില്ല. ഉണ്ടാവില്ല, എനിക്കതറിയാമായിരുന്നു. പക്ഷെ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അഹങ്കാരി. അല്ല, ഇതാര്? ടോമിച്ച, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞാൻ പ്രഭാരം ചേട്ടനൊന്ന് കാണാൻ വന്നതാ. അപ്പൊ ഇവിടെ ഒന്ന് വക്കീലിനൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഓ, ഒരുപാട് സന്തോഷം. ടോമിച്ചൻ ഇരിക്കെ, ഞാനൊരു ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും വേണ്ട. 9 മണിയാകുമ്പോ പ്രഭാരം ചേട്ടന്റെ വീട്ടിലെത്തണം. താമസിച്ചാൽ പുള്ളിക്കാരെ സ്ഥലം വിടും. നിങ്ങൾ വീട് മാറിയെന്ന് അറിഞ്ഞപ്പോ മുതൽ ആലീസ് പറയുന്നതാ ഒന്ന് ഇതുവരെ വരണമെന്ന്. ഞങ്ങൾ കരുതി ആഘോഷമായി പാലയാച്ചൊക്കെ ഉണ്ടാവും, ഞങ്ങളെയൊക്കെ വിളിക്കുമെന്ന്. അക്കാര്യം ഒന്നും പറയാതിരിക്കുക ടോമിച്ചൻ നല്ലത്. ഞങ്ങള് ഈ വീട് മാറാൻ തീരുമാനിച്ചത് പെട്ടെന്നായിരുന്നേ. സത്യം പറഞ്ഞ എന്റെ മോഹനേട്ടനെ വീട്ടിൽ പോലും ഒന്ന് അറിയിക്കാൻ പറ്റില്ല. തൽക്കാലത്ത് ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് വേണ്ടപ്പെട്ട എല്ലാരെയും വിളിച്ച് ഒരു സദ്യ തരണമെന്ന് ഇന്നലെ കൂടെ മോഹനേട്ടൻ പറഞ്ഞതേ ഉള്ളൂ. ഡേറ്റ് തീരുമാനിച്ചിട്ട് അറിയിക്കാന്ന് ആലീസിനോട് പറഞ്ഞോളൂ. ഓ ശരി. ഓഹോ ശരി. അയ്യോ, ഇതെന്താ? കുറച്ച് ലഡുവാ. പുതിയ താമസക്കാരെ കാണാൻ വരുമ്പോ എങ്ങനെ കൈവീശി വരുന്നേ. ഇന്നലെ രാത്രി ഞാനും ആലീസും കൂടി ടൗണിൽ പോയി മേടിച്ചതാ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇവിടെ ഞാനും മോഹനേട്ടൻ മാത്രല്ലേ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ ഇതൊന്നും കഴിക്കാറില്ല. അങ്ങനെ പറയരുത്. എന്തായാലും ഞാനിത് ഇവിടെ വരെ കൊണ്ടുവന്നതല്ലേ, വാങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ ആലീസിന് അതൊരു വിഷമാവും. ഓ ശരി, ആയിക്കോട്ടെ. ഞാൻ ആലീസിനെ വിളിച്ചോളാന്ന് പറഞ്ഞോളൂ. ഓ ശരി ശരി. ശരി. വീടെന്തായാലും കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി എപ്പോഴായാലും വരാമല്ലോ. അതിനെന്താ, ആലീസിനെ കുട്ടി ഒരു ദിവസം വരൂ. ഓ ശരി ശരി. മോഹനേട്ടാ, ആഹാ, ഇവിടെ നിപ്പണ്ടായിരുന്നു. മനുഷ്യര് പെരുമാറുന്ന എങ്ങനെയാണെന്ന് കണ്ടോ? കണ്ടു പഠിക്കേ. കോടതിയിലെ LD ക്ലർക്ക് ആലീസിന്റെ ഭർത്താവ് ടോമിച്ചൻ ഇവിടെ അടുത്ത് ആരെയോ കാണാൻ വന്നതാ. നമ്മൾ വീട് മാറിയ കാര്യം പറഞ്ഞ് ആലീസ് കൊടുത്തു വിട്ടതാണ് ഇത്. മോഹനേട്ടന്റെ സ്വഭാവം വെച്ച് ഇങ്ങോട്ട് വരുന്നവർക്ക് പോലും ഒരു വസ്തു കഴിക്കാൻ കൊടുക്കൂലല്ലോ. ടോമിച്ചൻ ചെയ്തതോ, ആദ്യമായി ഒരു വീട്ടിൽ ചെല്ലുമ്പോ വെറും കൈയോടെ ചെല്ലുന്നത് ശരിയല്ല എന്ന് കണ്ട് ഇന്നലെ രാത്രി ടൗണിലെ ബേക്കറിന്ന് വാങ്ങിച്ചിട്ട് വന്നാണ് ഇത്. ആരോഗ്യത്തിന് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാതിരിക്കാം. പക്ഷേ ഇത് വാങ്ങിച്ചു തരാനുള്ള മനസ്സ് ടോമിച്ചിട്ടുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. മോഹനേട്ടനായിരുന്നെങ്കിലോ ഒരു നാരങ്ങാ മുട്ട പോലും വാങ്ങിച്ചു കൊടുക്കൂലായിരുന്നു. ഞാനൊരു പിശുക്കൻ. നമ്മുടെ മോനേഷ സാറിന്റെ സ്വഭാവം ഞാൻ ആലോചിക്കുന്നത്. വീട് മാറിയിട്ട് ദിവസം എത്രയായി? നമ്മളെ ഒന്ന് ക്ഷണിച്ചോ? നടന്നത് തന്നെ. എന്റെ കാഞ്ഞന സാറേ, നമ്മളെ ക്ഷണിച്ചാലേ കാശ് ചെലവാവില്ലേ?
കാശ് ചെലവാകുന്ന ഒരു പരിപാടിക്കും മോഹനേട്ടൻ സാറിന് കിട്ടില്ല. എന്നാലും ആയിരക്കണക്കിന് രൂപയൊന്നും ചെലവാവില്ലല്ലോ. ഏറി വന്ന ഒരു ചായ, അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പലഹാരം, അത്രയല്ലേ വേണ്ടൂ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ സാർ ആലോചിച്ച എന്താണെന്നറിയോ? 3 ചായ എന്തായാലും ഒരു 10 രൂപ ചെലവാകുമല്ലോ. പിന്നെ ഒരു വടയോ ബിസ്ക്കറ്റോ, അതിനും ഒരു 10-20 രൂപയാവും. എല്ലാം കൂടെ 30 രൂപ. 30 രൂപ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? എന്റെ അമ്മോ, ഇങ്ങനെ പിശുക്കുന്ന ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണോ എന്തോ ഇങ്ങനെ പൈസ സമ്പാദിച്ചു കൂട്ടുന്നത്. സത്യം. കാഞ്ചനെ, കഴിഞ്ഞ ആഴ്ച പ്രഹ്ലാദന്റെ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് കാഞ്ചന എന്നോട് പണം കടം ചോദിച്ചിരുന്നോ? അതെന്തിനാ എന്നോട് ചോദിച്ചത്? എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പൈസ സാറിന് തിരിച്ചു തന്നല്ലോ. തന്നു. ശിശുപാലന്റെ മകന് ഫീസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ശിശുപാലൻ കഴിഞ്ഞ മാസം എന്നോട് വാങ്ങിയത് എത്ര രൂപയാണ്? 500 രൂപ. അതെന്തിനാ ശിശുപാലൻ എന്നോട് പൈസ വെച്ചത്? എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു സാർ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ ചെലവാക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ല. അപ്പോ ഞാൻ സഹായിക്കണം. തിരിച്ച് നിങ്ങളോട് ഞാൻ എപ്പോഴെങ്കിലും പൈസ കടം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എനിക്ക് ആവശ്യമുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. കാഞ്ചന കുറച്ചു മുമ്പ് ചോദിച്ചല്ലോ, എന്തിനാണോ ഇങ്ങനെ പൈസ സമ്പാദിച്ചു കൂട്ടുന്നത് എന്ന്. അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അത്യാവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് മോഹനേഷ് സാർ പണം സൂക്ഷിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? സാർ, എന്തൊക്കെ പറഞ്ഞാലും ചെറിയൊരു ചെലവൊക്കെ ആകാം സാർ. പുതിയ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു സദ്യ തരണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. വീട് മാറിയതിന്റെ സന്തോഷത്തില് ഞങ്ങൾക്കൊരു ലഡുവെങ്കിലും വാങ്ങിത്തരായിരുന്നു. 3 ലഡു വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപയൊന്നും വേണ്ടല്ലോ സാർ. 21 രൂപ പോയി. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ നമ്മള്, അത്രയൊക്കെ ആവാം സാർ. അതുകൊണ്ട് സാറിന് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ആളുകൾ നമ്മളോടുള്ള അടുപ്പം കാണിക്കാനായി പല സാധനങ്ങളും കൊണ്ടുവരും. അത് നമുക്ക് ആവശ്യമുള്ളതാണോ, നമ്മളത് ഉപയോഗിക്കുന്നോ എന്നൊന്നും കൊണ്ടുവരുന്നവർ ചിന്തിക്കാറില്ല. എന്താണ് ഇപ്പൊ മോഹനേട്ടന്റെ പ്രശ്നം? ഈ ടോമിച്ചൻ കൊണ്ടുവന്ന ഈ ഇതല്ലേ, ഈ ലഡുവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് ലഡു ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. നിറം കൂട്ടാനും രുചി കൂട്ടാനും ഒക്കെ ആയിട്ട് ഒരുപാട് മായം ചേർക്കുന്ന ആൾക്കാരാണ് ഈ ബേക്കറിക്കാർ. അതുകൊണ്ട് ആരോഗ്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലഡു കഴിച്ചാൽ കഴിക്കുന്നവർ മനോരോഗികളായി പോകുന്ന കാര്യം നിനക്കറിയാമോ? മനോരോഗ്യം? ലഡു ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ലാന്ന് എനിക്കും അറിയാം. ഞാനത് കഴിക്കുന്നില്ലല്ലോ. പിന്നെന്തായാലും ടോമിച്ചൻ കൊണ്ടുവന്നു. സ്നേഹത്തോട് ഒരാൾ കൊണ്ടുവന്ന ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ മോനട്ടാ? അതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചു. അതെ, അത് മനസ്സിലായി. എന്നാലും ഇതിങ്ങനെ ആർക്കും വേണ്ടാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല
ഇതിവിടെ ഇരുന്ന് ആ കാണുമ്പോഴൊക്കെ ഓരോന്നായിട്ട് എടുത്ത് തിന്നണമെന്ന് എനിക്ക് തോന്നും. അങ്ങനെ തമാശക്ക് ഓരോന്നെടുത്ത് കഴിച്ച് പിന്നെ അതങ്ങ് ശീലമാവും. ലഡു എന്തോന്ന് കഞ്ചാവോ? ആ അതെ, പറഞ്ഞു വരുമ്പോ ഇത്തരം സാധനങ്ങൾക്ക് അതുപോലെ തന്നെയാ. കഴിച്ച് ശീലിച്ചാ പിന്നെ ഒഴിവാക്കാനേ പറ്റില്ല. അത്തരം രാസവസ്തുക്കളൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ശരി, ഇപ്പൊ എന്താണ് വേണ്ടത്? ഈ ലഡു ഇവിടെ നീ ഓരോന്നെടുത്ത് കഴിക്കും. അമേ, എന്താ? നിന്റെ ആരോഗ്യം പോകാൻ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ. ആ അവിടെ ഇത് ഞാൻ പോകുമ്പോ കൊണ്ടുപോവാ. എങ്ങോട്ടാ? അതിന് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. പോന്നു ആർക്ക് കൊടുക്കാൻ? ഈ ഗംഗാരസാന്റെ വീട്ടിൽ കൊടുക്കാം. അവിടെ ആവുമ്പോ 10-30 കുട്ടികളുണ്ടല്ലോ. ഒരാൾ പരമാവധി ഒന്നിന്റെ പകുതിയിലേ കഴിക്കൂ. അത്രേ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ കുട്ടിക്ക് സന്തോഷമാവുകയും ചെയ്യും. നീ വിഷമിക്കണ്ട, ഇത് നീ അവർക്കായി വാങ്ങിയതാണ്, ഞാൻ പറഞ്ഞോളാം. അതോടെ അവർക്കൊക്കെ നിന്നോട് ഭയങ്കര ബഹുമാനാവുകയും ചെയ്യും. എന്നാലും മോനേട്ടാ, അതെ, ഒരെണ്ണം എനിക്ക് തന്നിട്ട് പോ. എന്താ നിനക്കിപ്പോ ലഡു അടിക്കേണ്ട കാര്യം എന്താ? നിന്റെ ആരോഗ്യം ഞാൻ നോക്കണ്ടേ? കഴിക്കണ്ട നീ. ഒരെണ്ണം കഴിക്കായിരുന്നു. താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള കടലാസൊക്കെ ശരിയാക്കിയോ? സാറ് വരുന്നതിന് മുമ്പ് അത് മേശപ്പുറത്ത് കാണണമെന്നാ പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഇന്നലെ തീർത്തു വെച്ചു കാഞ്ഞന സാറേ. വെറുതെ രാവിലെ തന്നെ ചീത്തവിളി കേൾക്കണ്ടെന്ന് വിചാരിച്ചു. അതെ, സാറ് ഉച്ച കഴിഞ്ഞിട്ടേ താലൂക്ക് ഓഫീസിൽ പോകുന്നാ പറഞ്ഞ്. അതിനുമുമ്പേ റെഡിയാക്കിയാൽ മതിയായിരുന്നു. പിന്നെ തോമസ് സാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായി പ്രൊഫസറെ? എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മോഹനേട്ട് സാർ ഒപ്പിട്ടാ മാത്രം മതി. ഇന്ന് രാവിലെ കണ്ടപ്പോഴും തോമസ് സാർ എന്നോട് ചോദിച്ചേ, സ്വയം പ്രഭേ, നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾക്കൊക്കെ സുഖം തന്നെയാണല്ലോ അല്ലേ? അതെന്താ സാർ പതിവില്ലാത്തൊരു ചോദ്യം? പതിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് പതിവില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണമല്ലോ. ഇന്നലെ സ്വയംപ്രഭ എന്നോടെന്തോ ചോദിച്ചിരുന്നല്ലോ. എന്താ സാർ? ഞാൻ വീട് മാറിയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാതിരുന്നത് മോശമായി പോയി എന്ന് ആദ്യം കാഞ്ചന പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ സ്വയംപ്രഭ പറഞ്ഞു, പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഞങ്ങൾക്കൊരു ലഡു പോലും വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന്. ശരിയല്ലേ? അതിപ്പോ ഞങ്ങള് വെറുതെ പറഞ്ഞേ ഉള്ളൂ സാർ, അതൊരു പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കും. കാരണം നിങ്ങളൊക്കെ കരുതിയത് ഞാൻ ലഡു വാങ്ങി തരാത്തത് പിശുക്ക് കൊണ്ടാണെന്നാണ്. അത് സത്യമേ അല്ല. അധികം മധുരം കഴിക്കുന്നത് ശരീരത്തിന് കേടായത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാതിരുന്നത്. എന്തായാലും നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് ലഡു വാങ്ങിയില്ല എന്ന് വേണ്ട. തുറക്കൂ, സൂക്ഷിച്ചു എടുക്കൂ. ലഡു സാറേ, ഇതെന്തു പറ്റി? ശരിക്കും ഇത് സാറ് വാങ്ങിയതാണോ? ശിശുപാലൻ ചോദിച്ചത് ഞാൻ വാങ്ങാതെ എന്റെ കയ്യിൽ എങ്ങനെ ലഡു വരും? അത് ശരിയാ, ഇത് സാറ് വാങ്ങിയത് തന്നെയാ. ഇതെല്ലാം ഞങ്ങൾക്കാണോ സാറേ? നിങ്ങൾക്ക് മാത്രമല്ല, ഓഫീസിൽ വെറുതെ എല്ലാവർക്കും വേണ്ടിയാ. പിന്നെ വരുന്നവർക്കൊക്കെ നിങ്ങൾ ഓരോരോ ലഡു എടുത്ത് കൊടുക്കണം. എന്നിട്ട് പറയണം, മോഹനേഷ് സാറ് വീട് മാറിയത് കൊണ്ട് മോഹനേഷ് സാറ് തന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഈ ലഡു എന്ന്. സാർ, ഇത് ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ തികയില്ല സാർ. പറ്റുന്നിടത്തോളം പേർ കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞ് വരുന്നവരോട് പറയണം, അയ്യോ നിങ്ങൾ താമസിച്ചു പോയി, രാവിലെ വന്ന് എല്ലാവർക്കും ഞങ്ങള് സാറ് പൈസ കൊടുത്ത് മേടിച്ച ലഡു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയണം. ഒരു നിമിഷം കഴിക്കൽ നിർത്തു. ഇനി ഈ ആപ്പീസിൽ ലഡു
ഇതൊരു വാക്ക് കേൾക്കരുത്. ഇല്ല സർ. എന്നാ പറയാൻ തീർന്നല്ലോ. ആ എന്താ ഈ ആലീസിന്റെ ഭർത്താവ് ടോമിച്ചനല്ലേ ഇത്? കൊള്ളാല്ലേ? എന്താ സർ? എന്താ വന്ന കരയുടയ്ക്ക് വന്നതാ സാർ. എന്നാ പിന്നെ വേഗം കയറി കര അടച്ചിട്ട് പോയിക്കോളൂ. ഈ വന്ന ആളുടെ കര എത്രയും പെട്ടെന്ന് അടച്ചു വിട്ടേക്ക്. സാറേ അയക്ക് ലഡു കൊടുക്കണ്ടേ? ലഡു വന്നൊരു വാക്ക് ഓഫീസിനെ കാട്ടാൻ എന്റെ സ്വഭാവം മാറും, മനസ്സിലായോ? അത് ചോദിച്ചത് മറച്ചു അപ്പൊ ശരി, കാലം അടച്ചിട്ട് വേഗം പോയിക്കോളൂ. ഈശ്വര, മോനോട്ട് എത്തിയോ? ഞാനിതൊരു ചായ ഉണ്ടാക്കില്ല. മോനോട്ട് ഡ്രസ്സ് മാറുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം. അത് പോരെ? എന്തിന്റെ മൊത്തൊരു ക്ഷീണം? ടോമിച്ചനെ വിളിച്ചില്ലേ? വിളിച്ചു. വിളിക്കാൻ എനിക്ക് അറിയായിരുന്നു. പക്ഷെ മാമേ, സത്യത്തിൽ സംഭവിച്ചെന്ന് വെച്ചാ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ടോമിച്ചൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഇനി മോഹനേട്ടനായിട്ട് ഒന്നും പറയണ്ട. ഇതെന്താ ഇതെന്താ തിരിച്ചു കൊണ്ടുവന്നത്? ഞാൻ ഇത് ഗംഗാർ സാറിന് വീട്ടിൽ കൊടുക്കാനെന്ന് പറഞ്ഞല്ലേ കൊണ്ടുപോയത്. പക്ഷെ ഇത് വില്ലേജ് ഓഫീസിലവർ കൊടുക്കാനാണ് കൊണ്ടുപോയത്, നീ അറിഞ്ഞല്ലോ. അവന്റെ ബാക്കിയൊന്ന് തിരിച്ചുകൊണ്ടുവരേണ്ടെന്ന്. മോഹനേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ലഡു വില്ലേജ് ഓഫീസ് കൊണ്ടുപോയെന്നോ? ചെലവ് ചെയ്യണം ഓഫീസുള്ളവർ എപ്പോഴും പറയും. ഇത്ര ലഡു കണ്ടപ്പോ ഞാൻ കരുതി എന്തായാലും നമുക്കിത് കഴിച്ചു തീർക്കാൻ പറ്റില്ല. എന്നാ പിന്നെ വില്ലേജ് ഓഫീസിൽ കൊണ്ട് അവർക്ക് കൊടുത്താ ചെലവ് ചെയ്തു നാവുകയും ചെയ്യും, ലഡു ഇവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി. കൃത്യം ആ സമയത്തിന് ടോമിച്ചൻ കയറി വരുന്നു ഞാൻ കരുതിയില്ല. അയാളെല്ലാം വിളിച്ചു പറഞ്ഞല്ലോ. അപ്പൊ അതായിരുന്നല്ലേ ബുദ്ധി. മോഹനേട്ടൻ ആള് കൊള്ളാട്ടാ. ഇതിനായിരുന്ന കള്ളം പറഞ്ഞ് ലഡു വാങ്ങിച്ചോട്ട് പോയത്? ടോമിച്ചനോടെല്ലാം പറഞ്ഞല്ലോ, പിന്നെന്താ? ടോമിച്ചനെ വിളിച്ചെന്നുള്ള സത്യം തന്നെയാ. കരം തീർക്കാൻ വില്ലേജ് ഓഫീസിൽ പോയി പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയെന്ന് പറയാനാണ് ടോമിച്ചൻ വിളിച്ചത്. അല്ലാതെ ലഡുവിന്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നാ പിന്നെ ഇത്രയും ലഡു ബാക്കിയുണ്ട്, ഇത് നീ കഴിച്ചോ. ഞാനാ? അതെങ്ങനെയാ മോഹനേട്ട? ഇത് ആരോഗ്യത്തിന് ഹാനികരമല്ലേ? എല്ലാപ്പോഴൊക്കെ ഒരെണ്ണം കഴിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ കഴിച്ചല്ലേ അത് ശീലമാകുന്നത്. ശീലമായി പോയ പിന്നെ അത് പ്രയാസാവില്ലേ? അതെ, കൂടുതലായെന്ന് പറയണ്ട. നിനക്ക് വേണം വേണ്ടേ? ചെലവ് ചുരുക്കാനുള്ള അമിതാവേശത്തിൽ ആപ്പിലായി പോയതാണ് വില്ലേജ് ഓഫീസർ. ഇമാതിരി വേലകൾ മറ്റാരെങ്കിലും കാണിക്കുമോ എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. പാവം വില്ലേജ് ഓഫീസർ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയായ ഇവരുടെ പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.